ഇഫക്റ്റ് ഓഫ് നോൺ കംപ്ലയൻസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധമായിട്ടും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയിരിക്കണമെന്ന്. ഇഫ് സപ്പോസ് ഒരു കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തത്, there is a power on the part of tribunal to call annual general body meeting. It is on the basis of application made by any member of the company. കമ്പനിയുടെ ഏതെങ്കിലും മെമ്പർ, കമ്പനിയുടെ സ്റ്റാഫോ ഡയറക്ടറോ ആരോ ആയിക്കോട്ടെ, അവരൊരു ആപ്ലിക്കേഷൻ ട്രിബ്യൂണലിന് കൊടുക്കുകയാണെങ്കിൽ ട്രിബ്യൂണലിന് കമ്പനിയെ എടുത്തിട്ട് കമ്പനിക്ക് നോട്ടീസ് അയക്കാനും എത്രയും പെട്ടെന്ന് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്താനും പറയാനുള്ള അധികാരം ട്രിബ്യൂണലിനുണ്ട്. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞായിരുന്നു, കമ്പനികൾക്ക് സ്പെസിഫിക് ആയിട്ട് ട്രിബ്യൂണലുണ്ട്. അതായത് കമ്പനികളുടെ കാര്യങ്ങൾ മാത്രം ഡീല് ചെയ്യുന്ന കോടതിയുടെ ഒരു ബ്രാഞ്ചാണ്. കോർട്ടിൻ്റെ ഇക്വലന്റ് പവർ ആയിരിക്കും, എന്നാൽ അത് ഒഫീഷ്യലി കമ്പനിക്ക് വേണ്ടി മാത്രമായിരിക്കും ഉള്ളത്. ഇഫ് default is made in calling the meeting according to section 96 or 97 or 98, the company and every officers of the company who is in default shall be punishable with a fine which may extend to 1 lakh rupees, and in case of continuing default with a further fine which may extend to 5,000 rupees for every day during such default continues. Indian Companies Actile section 96 section 97 section 98 പ്രകാരമല്ല ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയതെങ്കിൽ ട്രിബ്യൂണലിന് ആ കമ്പനിയിലെ ഏതൊക്കെ ഓഫീസേഴ്സാണ് ഇത് ഡീല് ചെയ്തിരുന്നത് അവർക്കെല്ലാം 1,00,000 രൂപ പിഴയിടാനുള്ളൊരു അധികാരമുണ്ട്. കൂടാതെ അത് കറക്റ്റായിട്ട് നടത്തുന്നത് വരെ ഓരോ ദിവസവും 5,000 രൂപ പിഴ അടച്ചുകൊണ്ടേയിരിക്കണം. ഇനി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ്. The business to be transacted at annual general meeting may be comprised of ordinary business. ഓർഡിനറി ബിസിനസ് എന്ന് പറയുമ്പം അഡോപ്ഷൻ ഓഫ് ആൻ ആനുവൽ അക്കൗണ്ട്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഇതൊക്കെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്താനായിട്ട് പറ്റും. ടു ഡിക്ലെയർ ഡിവിഡൻഡ്, കമ്പനിയുടെ ഡിവിഡൻഡ് എത്രത്തോളമാണ് അവർ ഡിസൈഡ് ചെയ്തിരിക്കണമെന്ന് പ്രഖ്യാപിക്കാനായിട്ട് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉപയോഗിക്കാം. ടു ഇലക്ട് ദ ഡയറക്ടേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദോസ് റിട്ടയറിംഗ് ബൈ റൊട്ടേഷൻ. നമ്മൾ നേരത്തെ തന്നെ നോക്കി, കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ കാലപരിധി കഴിയുമ്പോൾ അവരെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കണം. ആ ഡയറക്ടേഴ്സിനെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് അവിടെ നോക്കാം. ടു അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ് ആൻഡ് ഫിക്സ് ദ റെമ്യൂണറേഷൻ. ഓഡിറ്റേഴ്സിനെ ആരൊക്കെ ചുമതലപ്പെടുത്താനും അവർക്കുള്ള റെമ്യൂണറേഷൻ, അവ ശമ്പളം നിശ്ചയിക്കാനും പറ്റും. ഇനി സ്പെഷ്യൽ ബിസിനസ്. എനി അതർ ബിസിനസ് scheduled to be transacted at the meeting will be deemed to be special business. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചില ഡിക്ലറേഷൻസ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്താറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇൻക്രീസ്ഡ് ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ ടു ഓൾട്ടർ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഓൾട്ടർ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. നമ്മൾ നോക്കിയതാണ്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും കമ്പനിയുടെ പരമപ്രധാനമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പം ആ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരുത്തുകയാണെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. നൗ സെക്രട്ടറീസ് ഡ്യൂട്ടി ഇൻ കണക്ഷൻ വിത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കണ്ടതാണ്, സാധാരണ ബോർഡ് മീറ്റിങ്ങിൽ സെക്രട്ടറിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, ആ മീറ്റിങ്ങിന് മുമ്പും ആ മീറ്റിംഗ് നടക്കുമ്പോഴും ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടും. അതുപോലെ തന്നെയാണ് കമ്പനി സെക്രട്ടറിക്ക് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് മുമ്പ് ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് പുള്ളി ചെയ്യേണ്ടത് നമുക്കിവിടെ നോക്കാം. ബിഫോർ ദ മീറ്റിംഗ്, ensure that the final accounts, profit and loss accounts and balance sheets are ready. കമ്പനിയുടെ ഫൈനലായിട്ടുള്ള അക്കൗണ്ട്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്സും ബാലൻസ് ഷീറ്റും ഒക്കെ നേരത്തെ തന്നെ മുൻകൂട്ടായി റെഡിയാക്കി വെക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിക്കുണ്ട്. The balance sheet and profit and loss account will be submitted to the board meeting for consideration and their approval. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിന് കൊടുക്കും. എന്തിനാണ്? കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ കാണിക്കാനായിട്ട് അവർ അപ്രൂവൽ നേരത്തെ വാങ്ങിച്ചു വയ്ക്കും. The duly authenticated balance sheet and profit and loss account be submitted to the statutory auditors of the company for their auditing of the annual accounts. കമ്പനിയുടെ ആനുവൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുതുതായിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്യും. The secretary will prepare in consultation with the chairman a draft of the annual report of the director and the chairman speech. കമ്പനി സെക്രട്ടറി കമ്പനിയുടെ ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് ആനുവൽ റിപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കും. ആ ആനുവൽ റിപ്പോർട്ടിൻ്റെ ഒരു ഫിനിഷ്ഡ് കോപ്പിയും കൂടാതെ ചെയർമാൻ എന്തൊക്കെയാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പറയേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടായി അവർ ഡിസ്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. The secretary must issue notice to the shareholders, directors, auditors and stock exchange at least 21 days before the date of meeting. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് മിനിമം 21 ദിവസം മുമ്പ് സെക്രട്ടറി ഷെയർ ഹോൾഡേഴ്സിനെയും ഡയറക്ടറിനെയും ഓഡിറ്ററിനെയും ഇത് കൂടാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും 21 ദിവസം മുൻപേ അറിയിച്ചിരിക്കേണ്ടതാണ്. He must prepare a list of valid proxies which are received 48 before the time of holding the meeting and prepare separate attendance register for such valid proxies. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രോക്സി എന്ന് പറഞ്ഞാൽ ഒരാളെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരാം. സപ്പോസ് ഒരാൾക്ക് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അയാൾക്ക് പൂർണ്ണ വിശ്വാസം ഒരാളെ ആ മീറ്റിങ്ങിന് അയാളെ പ്രതിനിധീകരിച്ച് ആ മീറ്റിങ്ങിന് അയക്കാവുന്നതാണ്. അപ്പോൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പ് ആരെ പ്രതിനിധീകരിച്ചാണ് വരുന്നത്, അവരുടെ പേര്, വിവരങ്ങൾ, ഇവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ കൂടെ കമ്പനിയുടെ സെക്രട്ടറി റെഡിയാക്കി വെക്കേണ്ടതാണ്. ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചെയർമാൻ ഓർ ദ മാനേജിംഗ് ഡയറക്ടർ പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് അജണ്ട ഓഫ് ദ മീറ്റിംഗ്. നമ്മൾ നോക്കിയായിരുന്നു, കമ്പനി മീറ്റിങ്ങിൽ എന്തായാലും ഒരു അജണ്ട നിർബന്ധമായിട്ടും വേണം. അപ്പോൾ കമ്പനിയുടെ ചെയർമാനെയോ മാനേജിംഗ് ഡയറക്ടറെയൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടിയ അജണ്ട റെഡിയാക്കി വയ്ക്കുക. മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ പോൾ ഇൻക്ലൂഡിങ് പ്രിപ്പറേഷൻ ഓഫ് വോട്ടിംഗ് പേപ്പേഴ്സ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് ചില തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ തീരുമാനങ്ങൾ കമ്പനി പ്രാബല്യത്തിൽ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ വോട്ട് ചെയ്യണമല്ലോ. വോട്ട് ചെയ്യാനായിട്ടുള്ള വോട്ടിംഗ് പേപ്പേഴ്സ്, പോൾസ്, മറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. He will prepare dividend list from the register of members on and from the last date of the closure of the register and the share transfer book. മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്ന് കമ്പനി സെക്രട്ടറി ഡിവിഡൻഡ് ലിസ്റ്റ് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഇനി മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡ്യൂറിങ് ദ മീറ്റിംഗ് ടു ഗെറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ പറഞ്ഞു, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഏത് മീറ്റിങ്ങിനാണെങ്കിലും, അത് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും മീറ്റിംഗ് ആയിക്കോട്ടെ, ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നു അവരുടെ അറ്റൻഡൻസ് നിർബന്ധമായിട്ട് വേണം. ഇവിടെ നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനാണ്. അപ്പം ഒരുപാട് മെമ്പേഴ്സ്, കമ്പനിയുടെ സ്റ്റാഫും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒരുപാട് ആൾക്കാർ വരും. അവരുടെ എല്ലാം അറ്റൻഡൻസ് കറക്റ്റായിട്ട് സൈൻ ചെയ്ത് മേടിക്കണം. ടു ഹെൽപ്പ് ദി ചെയർമാൻ ഇൻ അസർട്ടൈനിങ് ദ കോറം ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടതിന് ചെയർമാനെ സഹായിക്കും. ടു റീഡ് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ചെയറിൻ്റെ അല്ലെങ്കിൽ ചെയർപേഴ്സൻ്റെ അനുവാദം കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് വായിക്കാനായിട്ടുള്ള അനുവാദം വേണം. ടു റീഡ് ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് ആൾസോ ടു റീഡ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് അൺലെസ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് റെഡ്. കമ്പനിയുടെ ഓഡിറ്റർ റിപ്പോർട്ടും കമ്പനിയുടെ ഡയറക്ടർ റിപ്പോർട്ടും ഒഫീഷ്യലായിട്ട് വായിക്കുക. ടു ഹെൽപ്പ് ദ ചെയർമാൻ ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻക്ലൂഡിങ് കണ്ടക്ട് ഓഫ് പോൾ, കൗണ്ടിങ് ഓഫ് വോട്ട്സ്. ചെയർമാനെ മറ്റു കാര്യങ്ങളിൽ സഹായിക്കുക. ഉദാഹരണത്തിന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ സഹായിക്കണം, പോൾസ് കണ്ടക്ട് ചെയ്യാൻ സഹായിക്കണം. കൂടാതെ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് യെസ് എന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് നോ എന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൗണ്ടിങ് എടുക്കാനായിട്ട് കറക്റ്റായിട്ട് ചെയർമാനെ സഹായിക്കണം. To supply the chairman any information which may require in connection with the matter raised in the meeting. നമുക്കറിയാം, മീറ്റിംഗ് നടക്കുമ്പോൾ പല ആൾക്കാരും പല ചോദ്യങ്ങളും പല അഭിപ്രായങ്ങളും പറയും. ഇപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ചെയർമാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ടു ടേക്ക് നോട്ട്സ് ഓഫ് പ്രൊസീഡിങ്സ് ഫോർ ദ പർപ്പസ് ഓഫ് മീറ്റിംഗ് thereof. To take the notes of proceedings for the purpose of preparing minutes. കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് മിനിറ്റ്സ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംക്ഷിപ്ത രൂപം, മീറ്റിങ്ങിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള സംക്ഷിപ്ത രൂപമാണ് മിനിറ്റ്സ്. ആ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും കമ്പനി സെക്രട്ടറിയുടെ ജോലിയാണ്. ഇനി
ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് ശേഷം കമ്പനി സെക്രട്ടറി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ മീറ്റിംഗ്, to get the minutes of the meeting approved by the chairman and get them signed by him within 30 days of the meeting. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അഥവാ സംക്ഷിപ്ത രൂപം ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യുകയും അത് കമ്പനിയുടെ ചെയർമാനെ കൊണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സൈൻ വാങ്ങിച്ച് അപ്രൂവൽ വാങ്ങേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. To send intimation of the appointment or reappointment of directors and auditors. കമ്പനിയുടെ ഡയറക്ടർമാരെയോ അല്ലെങ്കിൽ ഓഡിറ്റർമാരെ അപ്പോയിൻറ്റ് ചെയ്തത് ഒഫീഷ്യലായിട്ട് ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ജോലിയാണ്. To file with the registrar of company within 30 days of the meeting the copies of the balance sheet, profit and loss account, special resolutions and resolutions adopted unanimous. കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ രജിസ്ട്രാറിന് ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടാതെ കമ്പനിയിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് റെസൊല്യൂഷൻസോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ, യുനാനിമസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ എടുത്ത തീരുമാനമാണ് യുനാനിമസ് എന്ന് പറഞ്ഞാൽ, റെസൊല്യൂഷൻസ് അഡോപ്റ്റഡ് യുനാനിമസ്. ആ തീരുമാനങ്ങളൊക്കെ 30 ദിവസത്തിനകം കമ്പനി രജിസ്ട്രാറെ അറിയിക്കേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ടു ഓപ്പൺ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നോൺ ആസ് dividend account for the year in a scheduled bank and deposit the total amount of dividends payable. നമുക്കറിയാം കമ്പനി ഡിവിഡൻഡ് എന്തായാലും ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ബാങ്കിൽ ആ കമ്പനിക്ക് എവിടെയാണോ ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉള്ളത് അവിടെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഇൻ ദ നെയിം ഡിവിഡൻഡ് അക്കൗണ്ട് ഓഫ് ദ ഇയർ എന്നൊരു സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങുകയും ആ കമ്പനി ആൾക്കാർക്ക് കൊടുക്കേണ്ട ഡിവിഡൻസ് മുഴുവൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണതും കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ടു സെറ്റ് the dividend warrants and tax deduction certificate signed by the authorized person. ഡിവിഡൻഡ് വാറന്റ് കൊടുക്കുക, കൂടാതെ ടാക്സ് എക്സംഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ ഓഫീസേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങേണ്ടതും കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ഡിസ്പാച്ച് ഡിവിഡൻഡ് വാറന്റ്സ് ടുഗദർ വിത്ത് ദ ടാക്സ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ടു ദി dividend warrants together with the tax deduction certificate to the shareholders within 30 days of the declaration. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഡിവിഡൻഡ് വാറൻസും കൂടാതെ ടാക്സ് എക്സംഷനുള്ള സർട്ടിഫിക്കറ്റ്സും കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. To pay income tax deducted from the dividends within 7 days to the concerned tax officer. ഡിവിഡൻഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ടാക്സ് ആ ജൂറിസ്ഡിക്ഷൻസ് ഉള്ള ടാക്സ് ഓഫീസറിന് കൃത്യമായിട്ട് പേ ചെയ്യേണ്ടതും കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ടു ഫയൽ ആനുവൽ റിട്ടേൺ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 60 days ഓഫ് മീറ്റിംഗ്. നമുക്കറിയാം, നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞാൽ 60 ദിവസത്തിനകം തന്നെ ആനുവൽ റിട്ടേൺ, ഒരു ആനുവൽ റിട്ടേൺ ഒരു പർട്ടിക്കുലർ ഫോം ഉണ്ട്, ആ ഫോമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സബ്മിറ്റ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ഇനി എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു വേർഡ് മീനിങ്, എക്സ്ട്രാ ഓർഡിനറി, നോർമലായിട്ട് നടത്താത്ത എന്നാൽ ചില സ്പെസിഫിക് പർപ്പസിന് വേണ്ടി, ചില സ്പെഷ്യൽ കേസസിന് വേണ്ടി നടത്തുന്ന മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 100 എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിനെ കുറിച്ച് പറയുന്നത്. ദാറ്റ് ഈസ് all meetings of a company other than the annual general meetings are called extraordinary general meeting. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒഴിച്ചിട്ട് വേറെ ഏത് മീറ്റിംഗ് നടത്തിയാലും ഇതിനെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു മീറ്റിംഗ് മാത്രമേ നടത്തത്തുള്ളൂ. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുടെ സ്റ്റാഫും മറ്റ് എല്ലാ മെമ്പേഴ്സും കൂടിച്ചേരുന്ന ഒരു മീറ്റിംഗ് ആണ് കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഇനി ഇത് കൂടാതെ ഇതുപോലത്തെ ഒരു മീറ്റിംഗ്
എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിന് ഇതിന് പ്രൊവിഷനുണ്ട്. സെക്ഷൻ 100 ഇന്ത്യൻ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 100 എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉള്ളത്. ദി എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ക്യാൻ ബി കോൾഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഈ മെത്തേഡ്സിലാണ് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിക്കാവുന്നത്. ബൈ directors. Regulation 43 of Table F provide that the directors may, whenever they deem fit, convey an extraordinary general meeting. The board has to pass a resolution to that effect. Table F-ലെ Regulation 43 പറയുന്നത് ഡയറക്ടർമാർക്ക് അവർക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് അവർക്ക് വിളിച്ചു കൂട്ടാവുന്നതാണ്. രണ്ടാമത്തത് ബൈ ഡയറക്ടേഴ്സ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ചില സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കമ്പനിയുടെ ഡയറക്ടർമാരെ കമ്പല് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് നടത്താം. അപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ it should be signed by at least 1/10 of the holders of paid-up capital having right to vote. നമുക്കറിയാം പെയ്ഡ്-അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർക്ക് വോട്ട് അവകാശം ഉണ്ടാവും. അതിൽ 1/10 ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാവുന്നതാണ്. ഇനി ഇഫ് സപ്പോസ് കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഒന്നുമില്ല, ഇഫ് ദ കമ്പനി ഹാസ് നോ ഷെയർ ക്യാപിറ്റൽ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? The requisition must be signed by members having at least 1/10 of the total voting power of all members. കമ്പനിയിലെ വോട്ടവകാശമുള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും റൈറ്റ് വോട്ടുള്ള മെമ്പേഴ്സിൽ 10ൽ ഒരാളെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാവുന്നതാണ്. ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ വോട്ടവകാശമുള്ള ഷെയർ ഹോൾഡേഴ്സിൽ 1/10 അതായത് 10ൽ ഒരാളെങ്കിലും വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. നമുക്കിവിടെ ഒരു കണ്ടീഷൻ നോക്കാം. 10ൽ ഒരാൾ ഷെയർ ഹോൾഡേഴ്സ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കമ്പനി അവരെ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷവും ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതായത് അവർ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം 21 ദിവസം കഴിഞ്ഞിട്ടും അവർ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ റിക്വസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് തന്നെ സ്വന്തമായിട്ട് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാവുന്നതാണ്. കൂടാതെ അതിന് അവർക്ക് ചിലവാകുന്ന എല്ലാ എക്സ്പെൻസസും ലീഗലായിട്ട് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. The meeting must be called before the expiry of 3 months from the date of deposit of requisition. ഇവർ റിക്വസ്റ്റ് ചെയ്ത് 21 ദിവസം കഴിഞ്ഞിട്ടും കമ്പനി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് ഓൺ ബിഹാഫ് ഓഫ് കമ്പനി അവർക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാവുന്നതാണ്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതിന് റൈറ്റ് ഇല്ല. അതായത് അവർ റിക്വസ്റ്റ് ചെയ്യുകയും കമ്പനി 21 ദിവസമായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് ഓൺ ബിഹാഫ് ഓഫ് കമ്പനി വിളിച്ചു കൂട്ടാം. പക്ഷേ 3 മാസം കഴിയുകയാണെങ്കിൽ ഇത് വാലിഡ് അല്ല. നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിങ്ങിന് 21 ദിവസത്തിന് മുമ്പ് തന്നെ കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സും ഇൻക്ലൂഡിങ് ഡയറക്ടേഴ്സിന് വരെ നോട്ടീസ് അയക്കേണ്ടതായിട്ടുണ്ട്. വിച്ച് മീൻസ് എ നോട്ടീസ് ഓഫ് 21 days ഹാസ് to be given to members indicating the nature and particularities of the resolution to be discussed. കമ്പനി എന്ത് അജണ്ടയിലാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ആ വിവരങ്ങളെല്ലാം കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സിനും 21 ദിവസം മുമ്പേ തന്നെ അറിയിച്ചിരിക്കണം. Only special business is to be transacted in the meeting. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന് ഇക്വലൻ്റ് ആണെങ്കിലും സാധാരണ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യാറില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. കൂടാതെ ഈ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അജണ്ട എന്താണ്, അത് ആൾക്കാർക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റും ഈ നോട്ടീസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. വിച്ച് മീൻസ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് is also given in the notice, such as the nature and extent of concern of interest of every director or manager any.
അതുമാത്രമല്ല, ആ നോട്ടീസിൽ ആ മീറ്റിങ്ങിൽ എപ്പോൾ കണ്ടക്ട് ചെയ്യുന്നു, ഏത് സ്ഥലത്താണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏത് സമയത്താണ് കണ്ടക്ട് ചെയ്യുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്പെസിഫിക് പർപ്പസിന് വേണ്ടി വിളിച്ചു കൂട്ടുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ്. അത് 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന് മുമ്പാണ് നടക്കുന്നത്. അത് ഒന്നുകിൽ ഡയറക്ടർമാർക്ക് അത് വിളിച്ചു കൂട്ടാം, അവർക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഷെയർ ഹോൾഡർമാർ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിലെ 10ൽ ഒരാളെങ്കിലും അവ വേണമെന്ന് പറഞ്ഞാൽ ഡയറക്ടർ വിളിച്ചു കൂട്ടണം. ഇനി ഷെയർ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ വോട്ടവകാശമുള്ള 10ൽ ഒരാൾ മെമ്പേഴ്സ് പറഞ്ഞാലും ഡയറക്ടർ എന്ത് ചെയ്യണം, അവർ എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടും കമ്പനിയുടെ ഡയറക്ടർ റിക്വസ്റ്റ് ചെയ്ത് 21 ദിവസം കഴിഞ്ഞതിന് ശേഷവും കമ്പനിയുടെ ഡയറക്ടർമാർ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് കൂട്ടിയില്ലെങ്കിൽ ഓൺ ബിഹാഫ് കമ്പനി അവർക്ക് തന്നെ നേരിട്ട് ഒരു മീറ്റിംഗ് അനൗൺസ് ചെയ്യാനാണ്, ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ആ മീറ്റിംഗ് അനൗൺസ് ചെയ്യുന്നതിനും കണ്ടക്ട് ചെയ്യുന്നതിനുള്ള എല്ലാ എക്സ്പെൻസസും ലീഗലായിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നോട്ടീസ് ഓഫ് മീറ്റിംഗ് നമ്മൾ നോക്കി. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പറഞ്ഞതുപോലെ തന്നെ ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് 21 ദിവസം മുമ്പ് തന്നെ ആരൊക്കെ അറ്റൻഡ് ചെയ്യണം, ഓൾ ദ മെമ്പേഴ്സിന് അറിയിച്ചിരിക്കണം. കൂടാതെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എന്തിനാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഉദ്ദേശങ്ങളാണുള്ളത്, കൂടാതെ എവിടെ വച്ചാണ്, ഏത് സ്ഥലത്താണ്, ഏത് സമയത്താണെന്നുള്ള സർവ്വ ഡീറ്റെയിൽസും ആ നോട്ടീസിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം. ഇനി സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ദി എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ്. ഈ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആണെങ്കിലും സെക്രട്ടറിക്ക് പൂർണ്ണ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ സെക്രട്ടറിയുടെ എന്തൊക്കെയാണ് ചുമതലകൾ നമുക്ക് നോക്കാം. If the company may be received a letter of requisition from the member for convening the meeting immediately, the secretary must advise the board the urgency of meeting. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂടണമെന്ന് പറഞ്ഞൊരു റിക്വസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനാണ് അതിൻ്റെ ആവശ്യം, അത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ബോർഡ് മെമ്പേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ മീറ്റിങ്ങിന് വേണ്ടിയുള്ള അവരൊരു ട്രാക്കിൽ കൊണ്ടുവരുന്നതും ശരിക്കും കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. The board members is to be convened in consultation with the chairman to consider the question of hold meeting. Meeting ഹോൾഡ് ചെയ്യുന്നതിനുള്ള ബാക്കി ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ആ മീറ്റിംഗ് ഹോൾഡ് ചെയ്യണോ വേണമോ വേണ്ടയോ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും ബോർഡ് മെമ്പേഴ്സിനെയും കമ്പനിയുടെ ചെയർമാനെയും കൂട്ടിയിരുത്തി ആലോചിച്ച് ഡിസൈഡ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. If the board decide to hold a meeting, the secretary has to assist the board in preparing the draft resolution and explanatory statement. ബോർഡ് ഫൈനലി ഈ നോട്ടീസ് കിട്ടി അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് റെസൊല്യൂഷനും ആ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, കാരണം അറിയാമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വർഷത്തിലൊരു തവണ നടത്തത്തുള്ളൂ. അപ്പോൾ നോർമലി ഈ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കിട്ടുന്ന എല്ലാ ആൾക്കാരും ചോദിക്കും, പെട്ടെന്ന് എന്തിനാണ് ഇപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യം, ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിന് കമ്പനി ഒരു ഒഫീഷ്യലായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് കമ്പനി സെക്രട്ടറി ഹെൽപ്പ് ചെയ്യും. The secretary have to draft the notice for calling the meeting and should make arrangement for getting it printed. കമ്പനി സെക്രട്ടറി എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് പ്രിൻ്റ് ചെയ്ത് ആൾക്കാർക്ക് സർക്കുലേഷൻ ചെയ്യേണ്ടയും ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിക്കാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്, ഹി ഷുഡ് ഡിസ്പാച്ച് ദ നോട്ടീസ് എല്ലാം വിത്ത് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, പ്രോക്സി ഫോംസ് എക്സെട്ര. അതായത് പ്രോക്സി ഫോംസും ഈ നോട്ടീസും എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആരൊക്കെയാണോ മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുക. ഹി ഷുഡ് പ്രിപ്പയർ ദ അജണ്ട ഓഫ് ദ മീറ്റിംഗ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചെയർമാനുമായിട്ട് കൂടിയാലോചിച്ച് മീറ്റിംഗിൻ്റെ അജണ്ട പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഹി ഹാസ് ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് പ്രോക്സീസ് ആൻഡ് മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ ടേക്കിംഗ് എ പോൾ. പ്രോക്സീസിനെ അറേഞ്ച് ചെയ്യുക, വോട്ടിംഗ് ചെയ്യുന്നെങ്കിൽ ആ വോട്ടിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക, അതെല്ലാം ശരിക്കും കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദി മീറ്റിംഗ് ഹി ഹാസ് ടു അസർട്ടൈൻ ദ കോറം ഡിസൈഡ് ചെയ്യേണ്ടത്, മീറ്റിംഗിന് മുമ്പ് കോറം ഡിസൈഡ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. വെൻ ചെയർമാൻ റിക്വയർസ് ഹി ഹാസ് ടു സപ്ലൈ ദ റിക്വയർഡ് മെറ്റീരിയൽ ആൻഡ് ഡോക്യുമെൻറ്റ്. ചെയർമാന് ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും ചെയർമാൻ എന്തെങ്കിലും റെഫറൻസിന് വേണമെങ്കിലോ ആ റെഫറൻസ് മെറ്റീരിയൽ മുഴുവൻ നേരത്തെ റെഡിയാക്കി വെക്കുകയും കറക്റ്റായിട്ട് ആവശ്യാനുസരണം എടുത്തു കൊടുക്കേണ്ടതും കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഹി ഹാസ് ടു ടേക്ക് ഡൗൺ ദ നോട്ട്സ് ഓഫ് പ്രൊസീഡ് ഇൻ ദ മീറ്റിംഗ്. ആ മീറ്റിംഗ്
പ്രൊസീഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് അപ്രൂവ് ചെയ്യാനായിട്ട് ഈ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് നടന്ന കാര്യങ്ങളെല്ലാം മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ആ മിനിറ്റ്സ് അടുത്ത മീറ്റിങ്ങിന് തന്നെ അവിടുത്തെ ചെയർമാനെ കൊണ്ട് അപ്രൂവ് ചെയ്യിച്ചിട്ട് സർക്കുലേറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇത് ഫയൽ ചെയ്ത് വെക്കേണ്ടതും കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ക്ലാസ് മീറ്റിംഗ്. ചില സ്പെസിഫിക് കേസുകളിൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ പല ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ പേരിനെയാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് മീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റ് ക്ലാസ്സിൽ വരുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഈ ക്ലാസ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മീറ്റിംഗ് ഓഫ് ഡിബെഞ്ചേർഡ് ഹോൾഡേഴ്സ്. The company may call meeting of debenture holders to get their approval for making any changes in the terms and conditions. കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതിനുവേണ്ടി ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ അപ്രൂവൽ മേടിക്കുന്ന പ്രോസസ്സിനെയാണ് മീറ്റിംഗ് ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞത്. അടുത്തത് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. നമുക്കറിയാം മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പം ഇവരെല്ലാം ഒരുമിച്ചിരുത്തി ഒരു ഡിസ്കഷൻസ് നടത്തുന്നതാണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. വെൻ എ കമ്പനി proposes to make a scheme for arrangement the creditors, it's called meeting of creditors. ഇനി requisite for a valid meeting. ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ, ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വേണം നമുക്കിവിടെ നോക്കാം. പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ ദ മീറ്റിംഗ്. സാധാരണ ഒരു കമ്പനിയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെങ്കിൽ അത് എന്ത് മീറ്റിംഗ് ആയിക്കോട്ടെ, എക്സ്ട്രാ ഓർഡിനറി മീറ്റിങ്ങോ ജനറൽ ബോഡി മീറ്റിങ്ങോ ആയിക്കോട്ടെ, അത് വിളിച്ചു കൂട്ടണമെങ്കിൽ ഒരു അതോറിറ്റിയുള്ള അല്ലെങ്കിൽ പ്രോപ്പർ അധികാര പരിധിയുള്ള കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. സോ നോർമലി ഒരു കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് പ്രോപ്പറായിട്ട് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. The board of directors should also pass a resolution to call the meeting at the board meeting. അവരുടെ റെഗുലറായിട്ട് കമ്പനിയിൽ നടക്കുന്ന ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ആ ബോർഡ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാവുന്നൊരു റെസൊല്യൂഷൻ വിളിച്ചു കൂട്ടണം. ഇനി ഇഫ് സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ട്രിബ്യൂണലിന് ഇടപെടാനും പറ്റും. ആ ട്രിബ്യൂണലിന് കമ്പനിയോട് ഡയറക്റ്റ് ചെയ്യാം, നിങ്ങൾ എന്തായാലും ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയേ പറ്റുള്ളൂ. രണ്ടാമത്തത് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണോ, ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കണം. ഈ നോട്ടീസ് മിനിമം 21 ദിവസം, മീറ്റിങ്ങിന് മിനിമം 21 ദിവസം മുമ്പ് തന്നെ ഇവർക്കെല്ലാം ഈ ഇൻഫർമേഷൻ പാസ്സായിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തത് ഇറ്റ് ഷുഡ് ബി റിട്ടൺ, ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഒന്നുകിൽ ഹാൻഡ് കോപ്പി ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കാം. ഡിജിറ്റൽ മോഡ്സ് ആകുമ്പം ഇമെയിലോ അല്ലെങ്കിൽ അതുപോലത്തുള്ള മറ്റ് എന്ത് മോഡ്സിൽ വേണമെങ്കിലും അത് ഉദ്ദേശിക്കുന്ന ആളുടെ കയ്യിലെത്തിയിരിക്കണം. അതുമാത്രമല്ല ആ നോട്ടീസിൻ്റെ ഇൻഫർമേഷൻ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്തിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം ചില വെബ്സൈറ്റുകൾ ഒഫീഷ്യൽ കമ്പനി വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓവർലാപ്പ് ചെയ്ത് കാണിക്കും. അതുപോലെ ആ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കാണിക്കണം. ദ പ്ലേസ്, ഡേറ്റ് ആൻഡ് ടൈം മസ്റ്റ് ബി മെൻഷൻഡ് ഇൻ ദ നോട്ടീസ്. ഇഫ് സ്പെഷ്യൽ ബിസിനസ് ഈസ് ടു ബി പാസ്ഡ് ഇൻ ദ മീറ്റിംഗ്, എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ഇൻ ദ നോട്ടീസ്. ആ മീറ്റിംഗ് എപ്പോൾ നടക്കും, എവിടെ നടക്കും, ഏത് സമയത്ത് നടക്കും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആ നോട്ടീസിൻ്റെ കൂടെ കാണാം. ഇനി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിനാണ് മീറ്റിംഗ് കൂട്ടുകയാണെങ്കിൽ ആ നോട്ടീസിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ പർപ്പസിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം. നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള മെമ്പേഴ്സിന് പ്രിപ്പയർ ചെയ്തിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തത് മീറ്റിങ്ങിലെ കോറമാണ്. നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ
quorum means the minimum number of members who must be present at the meeting for the validity of a meeting. ഒരു മീറ്റിങ്ങിനകത്ത് എത്ര മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ആ മീറ്റിംഗ് വാലിഡ് ആവൂ എന്നുള്ളതിനാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അത്രയും ആൾക്കാർ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മീറ്റിംഗ് ഇൻവാലിഡായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു പബ്ലിക് കമ്പനിയുടെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി, 5 members personally present if the number of members as to the date of meeting is not more than 1000. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 5 പേര് കോറത്തിന് വേണ്ടി പ്രസൻ്റ് ആയിരിക്കണം. ബട്ട് ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്, 1000 പേരെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ 1000 പേര് ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന 1000 പേര് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 5 പേര് കോറമായിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിലുള്ള മൊത്തം മെമ്പേഴ്സ് 1000 മുതൽ 5000 പേര് വരെയാണെങ്കിൽ കോറം മിനിമം 15 പേരായിരിക്കണം. പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, ഒരു സാധാരണ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കോറമായിട്ട് മിനിമം 2 ആൾക്കാർ മതിയാവും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. കോറം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് വാലിഡ് ആവാൻ വേണ്ടി മിനിമം എത്ര മെമ്പേഴ്സ് പ്രസൻ്റ് ആണ്, ഇതിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. ആ കോറം പ്രസൻ്റ് അല്ലെങ്കിൽ മീറ്റിംഗ് നടന്നാൽ കൂടെ മീറ്റിങ്ങിനെ ഇൻവാലിഡ് ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. ഇനി പബ്ലിക് കമ്പനിയിൽ നമുക്ക് എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം. പബ്ലിക് കമ്പനിയിൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് 1000 പേരുണ്ടെങ്കിൽ മിനിമം 5 പേരായിരിക്കണം. അതേസമയം 1000 മുതൽ 5000 വരെയാണെങ്കിൽ മിനിമം 15 പേരായിരിക്കണം. ഇനി 5000-ന് മേലെയാണെങ്കിൽ 30 മെമ്പേഴ്സ് ആയിരിക്കണം. ഇനി സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കോറമായിട്ട് 2 പേര് മതി. ഇനി നമ്മൾ നോക്കുന്നത് ചെയർമാൻ ഓഫ് എ മീറ്റിംഗ്. ചെയർമാൻ എന്നാണ് പറഞ്ഞത്, മാൻ ഇൻ ദ ചെയർ, ചെയർമാൻ. അപ്പോൾ ചെയർമാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് എ പേഴ്സൺ ഹു പ്രിസൈഡ്സ് ദ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന കമ്പനിയുടെ ഒഫീഷ്യലിനെയാണ് നമ്മൾ ചെയർമാൻ എന്ന് പറയുന്നത്. എ ചെയർമാൻ ഈസ് നെസസറി ടു കണ്ടക്ട് എ മീറ്റിംഗ്. കാരണം ഒരു ചെയർമാൻ ഇല്ലാതെ ഒരു മീറ്റിംഗ് യാതൊരു കാരണവശാലും കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ചെയർമാൻ ആരായിരിക്കണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ചെയർമാനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനി ഫോം ചെയ്തതിന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വോട്ട് ചെയ്ത് അവരിൽ ഒരാളെ ചെയർമാനായിട്ട് വിനിയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ചെയർമാനെ വിനിയോഗിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ മീറ്റിംഗ് തുടങ്ങാൻ ഒരു ഉദ്ദേശിച്ച സമയത്തിൽ നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ചെയർമാൻ വന്നില്ലെങ്കിൽ അപ്പം ആ മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുന്ന എല്ലാ ആൾക്കാരിൽ നിന്ന് ഒരാളെ ചെയർമാനായിട്ട് അവർക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഒഫീഷ്യലി നമ്മൾ ബൈ ഡെഫിനിഷൻ ചെയർമാൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഫോർ ദ സ്മൂത്ത് കണ്ടക്ടിങ് ഓഫ് ദ മീറ്റിംഗ് റെസ്റ്റ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് സുഗമമായിട്ട് നടത്താനുള്ള പരിപൂർണ ഉത്തരവാദിത്വം നിൽക്കുന്നത് ചെയർമാൻ്റെ തോളുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചെയർമാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മീറ്റിങ്ങിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെന്ന്. ഡ്യൂട്ടീസ് ഓഫ് എ ചെയർമാൻ. ഡ്യൂട്ടീസ് ഓഫ് എ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയർമാൻ്റെ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റിംഗ് ഒരു പ്രോപ്പർ ഓർഡറിലാണോ കണ്ടക്ട് ചെയ്യുന്നത് എന്നറിയേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. ആ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കോറം, ആ കോറമിലുള്ള എല്ലാ മെമ്പേഴ്സും പ്രസൻ്റ് ആണോ, ആ മീറ്റിംഗ് ശരിയായിട്ട് രീതിയിലാണോ വിളിച്ചു കൂട്ടിയത്, ആ ശരിയായിട്ടുള്ള രീതിയിലാണോ പോകുന്നത്, ആ മീറ്റിങ്ങിൻ്റെ കണ്ടക്ട് മുഴുവൻ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തതും ഹി മസ്റ്റ് നോട്ട് ദാറ്റ് ദ പ്രൊസീഡിങ്സ് ആർ കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദ അജണ്ട. നമുക്ക് പലപ്പോഴും അറിയാം ചില സമയത്ത് മീറ്റിംഗ് ഒക്കെ ഒരു പർട്ടിക്കുലർ അജണ്ടയ്ക്ക് വേണ്ടി വിളിച്ചു കൂട്ടും. പക്ഷേ പലരും പല ഡിസ്കഷന് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മീറ്റിങ്ങിൻ്റെ അജണ്ടയിൽ നിന്ന് ഡൈവേർട്ടായി പോകും. അപ്പോൾ ഈ വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് അജണ്ടയിൽ നിന്ന് ഡൈവേർട്ടായി പോവാതെ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തന്നെ ഡിസ്കഷൻ നടത്തി പല ഡിസിഷനും എടുപ്പിക്കേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. He should see that the rules and regulations of the meeting are attached with. കമ്പനിയുടെ നിയമങ്ങളും മറ്റ് കമ്പനിയിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട മറ്റ് റെഗുലേഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടത്തുന്നു സൂപ്പർവൈസ് ചെയ്യേണ്ടത് നമ്മുടെ ചെയർമാൻ്റെ ജോലിയാണ്. He should ensure that the business is with the scope of the meeting. കമ്പനിയുടെ മീറ്റിങ്ങിനകത്ത് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. He must preserve order,
conduct meeting properly, and take care that the sense of the meeting is ascertained with regard to every question before it. ചെയർമാൻ്റെ അടുത്ത ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് നല്ല ഓർഡറിലായിരിക്കണം പോകേണ്ടത്. ബഹളമൊന്നും ഉണ്ടാക്കാതെ പ്രോപ്പറായിട്ട് നല്ല ഓർഡറിൽ നടക്കണം, നല്ല ഓർഡറിലായിരിക്കണം. കൂടാതെ ആ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലായിരിക്കണം മീറ്റിംഗ് പോവേണ്ടത്. He should see that the motion is properly proposed and ended. Amendments are properly considered and incorporated. കമ്പനിയിലെ മീറ്റിങ്ങിൽ ചിലപ്പോൾ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം അവിടെ പല ആൾക്കാർ പ്രപ്പോസ് ചെയ്യും. ആ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവർ കൂടിയാലോചിച്ച് അത് നടപ്പിലാക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള എന്തെങ്കിലും കമ്പനിയുടെ പോളിസീസിലോ സ്ട്രക്ചേഴ്സിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. He must exercise his casting vote for the interest of the company. അപ്പോൾ മറ്റ് ബോർഡ് മെമ്പേഴ്സിനെ പോലെ തന്നെ ചെയർമാനും വോട്ടവകാശമുണ്ട്. ചെയർമാന് ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ആൾക്കാരുടെ ഒപ്പീനിയൻ പറയാൻ ചോദിക്കുന്ന സമയത്ത് ചെയർമാനും അദ്ദേഹത്തിൻ്റെ വോട്ട് കാസ്റ്റ് ചെയ്യണം. He must also see that the minutes of the last meeting are read out, and if no objection is raised is good, but if objections are raised and confirmed, the chairman has to see that the minutes are changed accordingly. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ മീറ്റിംഗ്സ് കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ മീറ്റിംഗ് പ്രിപ്പയർ ചെയ്യണം. മീറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മിനിറ്റ്സിൽ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, കാരണം നമ്മൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു അഭിപ്രായം കേട്ടിട്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ മിനിറ്റ്സ് കമ്പനിയുടെ മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ് ചേഞ്ച് ചെയ്യേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. He must act impartially and in general interest of those present in the meeting. ആ മീറ്റിങ്ങിൽ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവരോടും ഇമ്പാർഷ്യലായിട്ട് ആക്ട് ചെയ്യണം. കാരണം എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്. എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും അവരുടെ സജഷൻസും എല്ലാം ഈക്വലായിട്ടും ഓപ്പണായിട്ടും പറയാൻ പറ്റുന്ന ഒരു വേദി ഒരുക്കി കൊടുക്കണം. He must also ensure that the members present at the meeting do not discuss matters in whispers among themselves or in small group. നമ്മളിത് പലപ്പോഴും കാണാറുള്ളതാണല്ലോ. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ 1-2 ആൾക്കാരിന്ന് സംസാരിക്കും, ചിലപ്പോൾ അവരുടെ കൂടെ 3-4 പേര് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി സംസാരിക്കും. ഇങ്ങനെയൊന്നും നടക്കാതെ പ്രോപ്പർ ഡിസിപ്ലിനിൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും മൗനമായിട്ടിരുന്ന് കേൾക്കുകയും അവരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഡയറക്റ്റ് ആ മെമ്പേഴ്സിനോട് പറയുകയും അവരുടെ ഒരു ഒപ്പീനിയൻ തേടുകയും ചെയ്യിക്കേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. അതുമാത്രമല്ല ഇവിടെ ഡിസിപ്ലിൻ നല്ല പ്രോപ്പറായിട്ട് നടക്കണം. He must see that no unparliamentary words are used by the members during the debate. ഇപ്പം നമുക്കറിയാം പലപ്പോഴും മീറ്റിങ്ങുകളിൽ മോശമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കും. ചില ആൾക്കാർ ബാഡ് വേർഡ്സ് ഉപയോഗിക്കും, ചില ആൾക്കാർ തെറി വിളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ മീറ്റിങ്ങിൻ്റെ സാങ്ക്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. ദാറ്റ്സ് വൈ ഹീസ് കാൾഡ് എ ചെയർമാൻ. He must declare the meeting closed when all the items of business have been transacted. ആ മീറ്റിങ്ങിൽ പറയാനും ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മീറ്റിംഗ് കംപ്ലീറ്റായി എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത് ചെയർമാൻ്റെ ജോലിയാണ്. He must see that the minutes of the meeting conducted at the meeting are kept and signed by him. പുള്ളിയുടെ വേറെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരു മീറ്റിങ്ങിനുള്ള എല്ലാ മിനിറ്റ്സും പ്രിപ്പയർ ചെയ്യുന്ന കമ്പനി സെക്രട്ടറിയാണ്. ഫൈനലി കമ്പനി സെക്രട്ടറി നമ്മുടെ ചെയർമാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയർമാൻ അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഒപ്പിടുന്ന സമയത്തായിരിക്കും അപ്രൂവൽ ആവേണ്ടത്.